ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. ബ്രോ എന്നോട് സെൽഫി എടുത്താലോ? സുബോൺ ഇങ്ങോട്ട് വാ. സാർ ഒന്ന് ചിരിക്കും സാർ. I'll call you back. ഗംഗ, ഈ കേസും കോടതിയൊന്നും പ്രിയങ്കയ്ക്ക് പുതുമ സമ്മാനിക്കുന്ന സംഗതികളൊന്നും അല്ല. മണിക്കൂറുകൾ കൊണ്ട് ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയ ടൈം ബോംബിനെ ടൈം പീസാക്കി മാറ്റിയതുകൊണ്ടാണ് ഈ പ്രിയങ്കയെ കോടതി വെറുതെ വിട്ടത്. പോട്ടെ, അതൊക്കെ വിട്ടേക്ക്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ലക്ഷ്യമാണ് പ്രധാനം. അറിയാം പ്രിയങ്കെ, ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള പ്രയത്നത്തിൽ തന്നെയാ ഞാനും. ആനന്ദിൽ നിന്നും ആ അടുക്കളക്കാരി അകറ്റാൻ നോക്കുമ്പോ അവള് കൂടുതൽ അടുക്കുക. ഓരോ പദ്ധതികളും പൊളിഞ്ഞടുങ്ങുന്നു. അവളുടെ മനസ്സ് നിറയെ അവനാ, അവന്റെ മനസ്സിൽ അവളും. അവന്റെ മനസ്സ് ആർക്ക് വേണം? നമുക്ക് വേണ്ടത് തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ അവിടെ ഒരു സ്ഥാനം. അതിനാ ഈ കല്യാണം. തൃച്ചംബരം എന്ന സാമ്രാജ്യം പൊളിച്ചടുക്കണം. ആനന്ദനെ കല്യാണം കഴിച്ച് അവിടുത്തെ പുതുതലമുറയെ ജനിപ്പിക്കാനല്ല നിന്നെ തൃച്ചംബരത്തേക്ക് അയച്ചത്. കല്യാണം അവിടെ നിൽക്കട്ടെ. നീ വെറുതെ ആനന്ദന്റെ പിന്നാലെ നടന്ന് കിട്ടിയ സമയം വേസ്റ്റ് ആക്കണ്ട. നീ എന്തൊക്കെ പ്രിയങ്കി പറയുന്നേ? ആനന്ദന്റെ മനസ്സ് മാറ്റി അവനെ കൊണ്ട് കഴുത്തിൽ താലി കെട്ടാമെന്ന് കരുതി വെറുതെ സമയം കളയണ്ടെന്നർത്ഥം. അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ സ്ഥാനമുണ്ടല്ലോ. കല്യാണം നടക്കാൻ അതുമാത്രം മതി. ഓരോ നിമിഷവും, ഓരോ പ്രവൃത്തിയും, ഓരോ ചിന്തയും തൃച്ചംബരത്തിന്റെ തകർച്ച മാത്രമായിരിക്കണം. ഓരോന്നായിട്ട് തകർന്നടിയുന്ന ശബ്ദം കേൾക്കണം എനിക്ക്. ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. പ്രിയങ്ക പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു കാണിക്കും. നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവ് വീണ്ടും ആനന്ദന് കിട്ടും വരെ ആനന്ദ് നീ ആരാണെന്ന് അഖിലയോട് പറയില്ല. തെളിവുകൾ കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. അവിടുത്തെ കാര്യങ്ങള് നീ നോക്കിക്കോണം. ഈ നിമിഷം മുതൽ തൃച്ചംബരം സാമ്രാജ്യം തകർന്നു തുടങ്ങിയെന്ന് വിചാരിച്ചോ? ഗുഡ്. താലി കെട്ടി മരുമകളായിട്ട് പോയി ആ കുടുംബത്തെ തകർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ താലി കെട്ടാതെ തന്നെ അതിനുള്ള അവസരം കിട്ടിയിരിക്കുക. ഒരസുലഭ അവസരം. അത് മിസ്സാക്കരുത് നീ. പോയിട്ടോ? ശരി. എന്ത് പറ്റി? ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ. ഇന്ന് എന്റെ ബീവിയുടെ മുഖത്ത് സൗന്ദര്യം അല്പം കൂടിയോന്നൊരു സംശയം. അതെ, വെറുതെ കളിയാക്കണ്ട. എടി, ഞാൻ കളി പറഞ്ഞല്ല, സത്യം. ഇന്ന് എന്റെ നന്ദുവിനെ കാണാനേ ഒരു ദേവതയെ പോലെയൊക്കെ ഉണ്ട്. അതിന് ദേവതയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അരവിന്ദ്? കണ്ടല്ലോ. ഇപ്പോ എടി, നമുക്കേ ഒരു സെൽഫി എടുത്താലോ?
എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ലല്ലോ? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഞാൻ ഈ ഫോട്ടോ എന്റെ മൊബൈലിലേക്ക് അയക്കട്ടെ. എന്റെ മുഖം കണ്ട ഒരു ഫ്രഷ്നെസ് കുറവ് പോലെ. എടി നീ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോഴേക്കേ ഞാനൊന്ന് ഫേസ് വാഷ് എടുത്തു വരാം. സുവർണ്ണ വിടുവാ. സാർ ഒന്ന് ചിരിക്കും സാർ. ഈശ്വര, രജിസ്റ്റർ ഓഫീസിൽ നിന്നെടുത്ത സെൽഫി മൊബൈലിലാണല്ലോ. അതെങ്ങനെ നന്ദനെ കാണുമോ? കണ്ടാ പ്രശ്നമാവും. എന്താ ഇത്ര പെട്ടെന്ന് ഫേസ് വാഷ് ചെയ്തോ? പകുതിക്ക് മടങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു, അതിനിപ്പോ അത് സമയം വേണോ? അല്ല, ഇത് ഫോട്ടോ ഇതൊരു സെൻഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? അത് ഞാൻ സെൻഡ് ചെയ്തു. എന്റെ വേറെ ഫോട്ടോസ് വല്ലതും ഉണ്ടോന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ദൈവമേ, പണിയാവുമല്ലോ. ഇപ്പൊ മൊബൈലിൽ പിടിച്ചു വാങ്ങി അത് സംശയമാവും. അതല്ലാതെ വേറെ ഇനിയൊരു വഴിയില്ലല്ലോ. ശരി. ഹലോ, പറഞ്ഞോ. അതെ അതെ അതെ, മഠത്തിൽ ബിൽഡേഴ്സാ. അരവിന്ദ് എന്താ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്? ഇനി അവന്റെ വല്ല ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ആയിരിക്കും. ശില്പ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. സമാധാനായില്ലേ കോള്? നീ എന്തെങ്കിലും നോക്കണേ? അരവിന്ദ് എന്താ ഡിലീറ്റ് ചെയ്തത്? അതെ, അതെന്താന്നറിയോ, ഇതിന്റെ ഇല്ലേ, നിന്റെ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതായിരിക്കും അല്ലേ? എന്റെ ദൈവമേ, ഗേൾ ഫ്രണ്ട്സാ? എന്താ നന്ദന നീ ഇങ്ങനെയൊക്കെ പറയണേ? നീ ഇങ്ങോട്ട് വന്നേ. ഇതിന്റെ അകത്ത് നിന്റെ ഫോട്ടോ അല്ലാതെ വേറെ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇല്ല. എന്നെ ഒന്ന് വിശ്വസിക്കും നീ. ഓ, അങ്ങനാണോ? അങ്ങനെയാണെങ്കിൽ ആ ഫോണിങ് താ. നന്ദന, ഞാൻ പറഞ്ഞില്ല ഇതില് വേറൊരു പെണ്ണിന്റെ ഫോട്ടോ ഇല്ലാന്ന്. അപ്പോ ഒരു പെണ്ണുമായിട്ടും ഇപ്പൊ കണക്ഷൻ ഇല്ല അല്ലേ? അങ്ങനെ പറഞ്ഞ കള്ളായിപ്പോ. ഒരു പെണ്ണായിട്ട് ബന്ധമുണ്ട്. അതാരാ? ആരാ അവള്? അത് വേറെ ആരുമല്ല.
നീ തന്നെ. ദേ നോക്ക്, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. എടി ഞാൻ അന്നേ പറഞ്ഞതല്ലേ, എന്നൊന്ന് വിശ്വസിക്കടോ. ദേ നീയാണ് സത്യം. വിശ്വസിക്കാം. പക്ഷേ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ സത്യം ചെയ്ത പോരാ. ആനന്ദിനെ കൊണ്ട് സത്യം ചെയ്യണം. പറ്റോ? ശ്ശെ, പള്ളി. ദേ എന്റെ ബ്രോയാണ് സത്യം. എനിക്ക് വേറൊരു പെണ്ണായിട്ട് യാതൊരു ബന്ധവും. സത്യം സത്യം സത്യം. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഫോൺ എനിക്ക് തന്നൂടെ? താടി. ഇവളുടെ ഒരു കാര്യം. അരവിന്ദ് ആനന്ദിനെ കൊണ്ട് സത്യവിട്ട സ്ഥിതിക്ക് അതിൽ ഗേൾ ഫ്രണ്ട്സിന്റെ ഒന്നും ഫോട്ടോ ഇല്ലെന്ന് ഉറപ്പിക്കാം. പക്ഷേ എന്നെ കാണാതെ ഒളിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടാ മൊബൈലിൽ. അല്ലെങ്കിൽ ഞാൻ അറിയാതെ എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് അരവിന്ദ്. അതുറപ്പാ. ആ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ. ഉറങ്ങിയില്ലേ? അത് ആന്റിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഉറക്കം വന്നിട്ട് വേണ്ടേ ആന്റി? എങ്ങനെ ഉറക്കം വരും? മനസ്സ് തിളച്ച് മറിയല്ലേ. ഗംഗേ, നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് തീ തിന്നാന്ന് തോന്നിയതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തിന്? താരാട്ട് പാടി ഉറക്കാനോ? ഉള്ളില് വല്ലാത്തൊരു ഭയം, ഒരു പുകച്ചില്. തൃച്ചംബരം എന്ന കൊട്ടാരത്തിന്റെ രാജകുമാരി ആവണമെങ്കിൽ ഒരല്പം പുകച്ചിലും എരിച്ചിലും ഭയവും ഒക്കെ സഹിക്കേണ്ടി വരും. സാരമില്ല, അതൊക്കെ മാറിക്കോളും. എന്നാലും നമ്മുടെ പദ്ധതികളൊക്കെ? ഒരു പദ്ധതി പൊളിഞ്ഞാൽ 9 പദ്ധതികൾ ഉണ്ടാക്കും ഈ വിലാസിനി. നീ സമാധാനിക്കേ. വിലാസിന് ആന്റി ഇങ്ങനെ വിഷപ്പാമ്പ് പോലെ കൂടെ ഉള്ളപ്പോ എന്തിനാ പേടിക്കുന്നേ? വിഷപ്പാമ്പോ? കൊത്തട്ടെ നിനക്കിട്ട്, കൊത്തട്ടേന്ന്. അയ്യോ വേണ്ട വേണ്ട. കേട്ടോ ഗംഗേ, ആ രജിസ്റ്റർ ഓഫീസിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. അതുറപ്പാ. ആ അതൊക്കെ ആ ആനന്ദേട്ടനും അരവിന്ദേട്ടനും കൂടെ ചെയ്യുന്ന തന്ത്രങ്ങളാ. കൂടെ ആ പൊട്ട പട്ടരും ഉണ്ട്. അവരെന്ത് ചെയ്താലും ആനന്ദിന്റെയും ആ അടുക്കളക്കാരിയുടെയും ഒരാഗ്രഹവും നിറവേറാൻ പോകുന്നില്ല. അതൊന്നും അഖില അനുവദിച്ചു കൊടുക്കുകയില്ല. അതുകൊണ്ട് ഗംഗേ, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ആനന്ദ് ജീവിച്ചിരിക്കുമെങ്കിൽ അവൻ നിന്റെ ഭർത്താവായിരിക്കും, സംശയിക്കണ്ട. ആന്റി, എന്നാലും എന്റെ മനസ്സിൽ ബലമായൊരു സംശയം പിന്നെയും ബാക്കിയാണ്. എന്താണാവോ നിന്റെ മനസ്സിലെ ബലമായ സംശയം? ആ രജിസ്റ്റർ ഓഫീസിൽ വേറൊരു ആനന്ദും കല്യാണിയും വന്നില്ലേ? അവര് ഡമ്മികളല്ലേന്നാ എന്റെ മനസ്സ് എന്നോട് ചോദിക്കുന്നത്. എങ്ങോട്ടാ നീ കുഞ്ഞി പോണേ? ദേ ബ്രോയോടൊപ്പല്ലേ പോകുന്നേ? സമാധാനായിട്ടിരിക്കും. ഇന്നലെ വരെ ബ്രോ കെട്ടിയ താലി കഴുത്തിലുണ്ടായിരുന്നെങ്കിലേ നിയമപരമായിട്ട് തെളിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ പേടിയൊന്നും മാറ്റന്റെ ഏട്ടത്തി. അതേ കല്യാണി, സമാധാനായിട്ടിരിക്കേ.
എടാ ഇത് എങ്ങോട്ടാ പോകുന്നെന്നെങ്കിലും ഒന്ന് പറ. ആനന്ദേ, നീ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്നവനല്ലേ, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എടാ ഒന്നും മിണ്ടണ്ട. ദേ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കും. ആഹാ. കണ്ട ആ വീണ്ടും കണ്ട എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്റെ ആന്റി അതന്നെ ഞാനും പറഞ്ഞു. സത്യം, നമുക്കതൊന്നുകൂടെ ഒന്ന് നോക്കിയാലോ? ശ്ശേ, ഇവരിത് എവിടെ പോയി? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. എന്നാലും ആ, രണ്ടുപേരും കൂടി ഇവിടെ ഇങ്ങനെ വാചകം അടിച്ചോണ്ടിരുന്നോ? ദേ ആനന്ദേട്ടനും കല്യാണിയും കൂടി കാറി കയറി പോയി. അകമ്പടിക്കാരായിട്ട് ആ പട്ടനും അരവിന്ദേട്ടനും കൂടെ ഉണ്ട്. അവരെവിടെ പോയി? ഹോട്ടൽ ഗ്രീൻ പാർക്ക് എന്നോ മറ്റോ. അരവിന്ദേട്ടൻ ആർക്കോ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇത് എന്തൊക്കെയാ ആന്റി കേൾക്കുന്നേ? ഇതിനൊക്കെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ആര് ചോദിക്കാൻ? ആനന്ദ് മഹാബുദ്ധിരാക്ഷസനല്ലേ? അവനെയൊക്കെ പിടിച്ചു കെട്ടാൻ ആരെ കൊണ്ടെങ്കിലും ഒക്കോ? നമുക്ക് നേരെ പോയി അഖിലാന്റിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞാലോ? പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്നാമത് എന്നെ അഖിലേച്ചിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇനിയിപ്പൊ വിശ്വസിച്ചാ തന്നെ അഖില പറയും ആനന്ദ് MD ആണ്, കല്യാണി ബ്രാൻഡ് അംബാസിഡറാന്നൊക്കെ. അവര് പോയത് കമ്പനി മീറ്റിംഗിനാണെന്നങ്ങ് പറയും. പിന്നെ എന്ത് ചെയ്യും? അഖിലാന്റിയെ തക്ക സമയത്ത് ആ ഹോട്ടലിൽ എത്തിക്കണം. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. അഖിലാന്റിയെ അവിടെ എത്തിക്കാൻ എന്താ ഒരു വഴി? അതിന് ബുദ്ധി പ്രയോഗിക്കണം. ആരുടെ കയ്യിലുണ്ട് അതിന് ബുദ്ധി? ബുദ്ധിയും കുബുദ്ധിയല്ലേ ഈ നിൽക്കുന്നത്. അഖിലാന്റി ആ ഹോട്ടലിൽ എത്തിയ കല്യാണിയുടെ കഥ അവസാനിച്ചു. ആന്റി എന്നാ വിലാസിനിയുടെ ബുദ്ധി കേട്ടോ? പെട്ടെന്നൊരു കമ്പനി മീറ്റിംഗ് ഹോട്ടൽ ഗ്രീൻ പാർക്കിൽ വെച്ച്. അഖിൽ അവിടെ ചെന്നേ പറ്റൂ. ആനന്ദ് പലവട്ടം ഫോൺ ചെയ്ത് നോക്കിയിട്ടും ചേച്ചിയെ ഫോണിൽ കിട്ടുന്നില്ല. ആനന്ദപ്പ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മയെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണമെന്ന്. എങ്ങനെയുണ്ട് ഈ ഐഡിയ? സൂപ്പർ ഐഡിയ ആന്റി, സൂപ്പർ ഐഡിയ. ദേ ഈ കെണിയിൽ കല്യാണി എന്തായാലും കുടുങ്ങും. അവള് കുടുങ്ങിയില്ലെങ്കിൽ ഒരു കുഴി വെട്ടി ആ കുഴിയിൽ ഞാൻ അവളെ ഒടുക്കും. വാ. ഇവിടെ എന്താ ബ്രോ പറയാം. അരവിന്ദേ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ബ്രോ പറയാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാ. രണ്ടുപേർക്കും മാറാനുള്ള ഡ്രസ്സുകളും റൂമുകളും സുബ്ബണ്ണ കാണിച്ചു തരും. സുബ്ബണ്ണ രണ്ടുപേർക്കും റൂമൊന്ന് കാണിച്ചു. വാ. ഏയ്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ ബ്രോ പറയാം. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. ആനന്ദ്, കല്യാണി, വാ റൂമുകൾ കാണിച്ചുതരാം. ഒന്ന് പോയിട്ട് വാ ബ്രോ. ബ്രോ പറഞ്ഞാലേ കല്യാണി കേക്കൂ. വാ. പ്ലീസ്. ഹലോ, നോക്കൂ, ഞാനിന്ന് കുറച്ച് ബിസിയാണ്. അർജന്റ് മാറ്റർ ആണെങ്കിൽ മാത്രം പറയൂ. പറ. ഫോണ് ചാർജും ഇല്ല. പറയൂ. ഓക്കെ. അതിന്റെ ഫയല് ഫോർവേഡ് ചെയ്തേക്ക്. ഹേയ് ഹലോ, ഒന്ന് കിട്ടൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. അത് ഫോർവേഡ് ചെയ്തോളൂ. അതെ. എന്താ സാർ? ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. അതെ, ഈ മൊബൈൽ ഒന്നകത്ത് ചാർജ് ചെയ്ത് വെച്ചേക്കോ.
ഞാനിവിടുത്തെ ഹാളിലുണ്ടാവും. അപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ശരി സാർ. ആ എന്താ ഈ റൂം കാണിച്ചോ? കാണിച്ചു ആ, കൊടുത്തു. എന്നാ നമുക്ക് ഹാളിലേക്ക് പോവാം. പാപ്പം. ആ